ഇരുമ്പാമ്പുളി വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഫസ്റ്റ് കയറണം. ഇനി 5ാമത്തെ വീടായ എൻ്റെ വീട്ടിലേക്ക് കയറുന്നത്. നമ്മളെ വീട്ടിലാണ് ഉമ്മ ഉള്ളത്. ഈദ് മുബാറക് ഇമ്മ, ഈദ് മുബാറക്. ഇതാ കയ്യിതാ ഈദ് മുബാറക്. ഈദ് മുബാറക്, ഈദ് മുബാറക്. ഇതാണ് നമ്മളെ ഉമ്മട്ടാ. അതെങ്ങനെ വെറുതെ പറഞ്ഞാണ് ഉമ്മ, വെറുതെ പറഞ്ഞാണ്. 12 മക്കളല്ലേ? എത്ര? 12 മക്കളെ പെറ്റരാമ. അപ്പൊ സുഹൃത്തുക്കളെ, പേരക്കുട്ടി മക്കളൊക്കെ ആയിട്ട് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ 2 ഉണ്ണിയപ്പം ഞാൻ എടുക്കാം എൻ്റെ വീട്ടിൽ തന്നെ. നമ്മള് സെപ്പറേറ്റ് എടുത്തേക്കാം. എന്താ പാട് നോക്കാലോ. നമ്മൾ തറവാട്ടിലേക്കാണ് ഇപ്പം നമ്മൾ ഇനി പോകുന്നത് കേട്ടാ. തറവാടാണിത്. തറവാട്ടിലേക്ക് കയറാൻ പോവാണ്. ചായ കുടിക്കാൻ വേണ്ടി കാത്തിരിക്കുക എല്ലാവരും. നല്ല ആളാണ്. ഒന്നും എടുക്കില്ല, ഒന്നും എടുക്കില്ല. അതിങ്ങനെ കുടിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഉണ്ണിയപ്പം അരിയിലപ്പം ഞാൻ എടുത്തിട്ടാ, 2 എടുത്തിരുന്നു. പെങ്ങളെ മോനെ ഗൾഫിൽ നിന്ന് വിളിക്കണ്ടാ. അപ്പോൾ നമ്മൾ വീഡിയോ കോളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൂപ്പര് ഉണ്ടാവലുണ്ട് ഇവിടെ. പക്ഷെ ഇക്കുറി പെരുന്നാളിന് മൂപ്പരില്ല. മൂപ്പര് അവിടെ ഇരുന്നിട്ട് പിന്നെ വെള്ളം ഇറക്കുകയാണ്. ഞങ്ങൾ ജിലേബിയും ലഡുവും ഇതൊക്കെ തിന്നുമ്പോൾ വെള്ളം ഇറക്കുകയാണ്. മൂപ്പര് ഭയങ്കര മധുരത്തിൻ്റെ ആളാണ്. ഒന്നും പറഞ്ഞ ആളെ കണ്ടാൽ മധുരത്തിൻ്റെ ആളാന്ന് തോന്നൂലേ? അപ്പം ഇനിയിപ്പോൾ അടുത്ത ബിരിയാണിയാണ്. അവിടെ ബിരിയാണി തന്നെ ഗൾഫിൽ. ഓക്കെ ഓക്കെ, ബൈ ബൈ, സി യു. എന്നാ അവർക്ക് നിങ്ങൾക്ക് നല്ലല്ലോ പെരുന്നാള്. അതല്ല കുറിയ, എല്ലാ കുറിയും അങ്ങനെ തന്നെ അല്ലേ? ഇന്നും പെരുന്നാളില്ലേ? ഒരു കേസ് കൊട്ടി, ഒരു കേസ് കൊട്ടി. ഒരു കേസ് തുടങ്ങിയാണ്. ഇനിയിപ്പോ തുടങ്ങിയാൽ 5 വീടും കൂടി ഉണ്ട്. എൻ്റെ അവിടെ നിന്ന് എന്താണ് അവിടെ ഉള്ളത്? അവിടെ ഞാനിപ്പോ കൊള്ളാൻ സാധ്യത ഉണ്ട്. അസരബദാ തൗതാരിക്കുണ്ട്. എവിടെ അസർബിനെ കാണാഞ്ഞല്ലോ? മുങ്ങിയാ അസരബേ? അടുത്ത സന്ദർശന സ്ഥലത്തേക്ക് അടുത്ത സന്ദർശന സ്ഥലത്തേക്ക് ഇതാ പോവാൻ നിൽക്കാണ്. അടുത്ത സന്ദർശനത്തിലേക്ക് പോവാൻ നിൽക്കാണ്. അല്ല അന്ന് അടുത്ത സന്ദർശന സ്ഥലത്തേക്ക് പോവാണ്ടാ. മൂത്ത പെങ്ങളെ വീട്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവർ ഈദ് മുബാറക്ക് കൊടുത്തിട്ട് അകത്ത് കയറാം. അപ്പൊ മൂത്ത പെങ്ങളെ വീട്ടിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ചായ എടുക്കാനുള്ള പരിപാടി ഇല്ലാത്തോണ്ട് മരുവോളും അമ്മായിമ്മയും പുറത്താ നിക്കണത്. ഇതിലൊരു ദുരൂഹത ഉണ്ട് ട്ടാ, അല്ലേ? അമ്മായിമ്മയും മരുവോളും മുമ്പാർത്ത് നിൽക്കുന്നുണ്ട്. ഇതിലെന്തൊരു ദുരൂഹത ഉണ്ട്. ഇവിടെ ഒന്നും കിട്ടാനുള്ള സാധ്യത ഇല്ല, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അപ്പൊ സുഹൃത്തുക്കളുണ്ടാ എന്തൊക്കെ ഉണ്ടാക്കിക്കണ്? പല പലഹാരങ്ങൾ ഉണ്ടാക്കിയെന്നാണ് മൂത്ത പെങ്ങള് പറയുന്നത്. എന്താണ് പലഹാരം? കോയടാ, നെയ്യപ്പം, മുട്ടമാല, മുട്ട സ്വർക്ക, ഔലോസുണ്ട, മണ്ട അല്ല മണ്ട നല്ല രസട്ടാ. എനിക്ക് നല്ല ഇഷ്ടാ. അധികം മധുരം ഉണ്ടാവൂല, എന്നാലും മധുരം ഉണ്ടാവും. അതെ, മരുവോള് തട്ടി വിട്ടി നിൽക്കുകയാണ്. അകത്തേക്ക് കയറിയില്ല, അടുക്കളയിലേക്ക് കയറിയാലേ എനിക്ക് സമാധാനമേ ഉള്ളൂ. ഓനാകണ്ട വിട്ടിക്കിട്. ഇതേ അതല്ല
ആരുടെ മടി ജീവനുള്ള ആള് സൺസൈഡ് പിടിച്ചിരിക്കുന്നത് നമ്മളെ വരവ് പറഞ്ഞത്. ആള് ഭയങ്കര കട്ടയാണ്, ഫുള്ള് തള്ളാണ്. ഇവിടെ തള്ളു കേട്ടിട്ട് വേറൊരാൾ ഇരിക്കുന്നുണ്ട്. ഫുള്ള് തള്ളാണ്. സൺസൈഡ് ഒക്കെ പിടിച്ചിരിക്കോ 6 അടിയുള്ള ആള്? ഏഴടിണ്ടെങ്കിൽ ഗിന്നസ് ബുക്കിൽ കൊടുക്കാം. 3 കോഴി ഉണ്ടാവുള്ളൂ. അതിന് മറ്റേ വലത്തോക്കി ഞാൻ വാങ്ങി. പിന്നെ പുറത്ത് നിന്നാലും നല്ല കനുള്ള തന്നെ കൊടുന്ന് നിക്കണേ. അപ്പൊ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. ഇവിടെ ബിസ്ക്കറ്റ് അപ്പം ഉണ്ട്. ഇത് വെട്ടപ്പം, ഇത് ലഡു, അതില് ഇതാണ് വെട്ടപ്പം. അത് വെട്ടുകേക്കാണ്. ഇത് റോബസ്റ്റ്. ഞാൻ പോവാൻ നാലെണ്ണെടുത്ത് നിൽക്കണ്. സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞ മാതിരിയല്ല, ഇവര് നല്ല നമുക്ക് ഇത് തരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എന്ന് പറഞ്ഞാല് ആള് പുറത്ത് നിന്നപ്പോ ഞങ്ങൾക്ക് ആകെ പേടിയായി, ഒന്നും കിട്ടൂലെന്ന് വിചാരിച്ച്. എനിക്ക് ലഡു ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിപ്പോ ഒന്ന് അതിൽ കവറിലിട്ടിക്കണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇനി അടുത്ത 3 സ്ഥലമല്ലേ വെറുതെ കൊടുക്കട്ടെ അവർക്ക്. അപ്പൊ ഞാൻ ലഡു ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ലഡു ഒന്ന് എന്തായാലും തിന്നാൻ തീരുമാനിച്ചേ. ഒന്ന് കവറിലിട്ടിക്കണ്. ഇത് തിന്നുണ്ട്. 24 രൂപ അല്ലേ? ഒരു മീൻ ഞാൻ അങ്ങനെ കുടിക്കണം. അന്നേരമൊക്കെ ആകുമ്പോ ജനങ്ങളെ പ്രേക്ഷകര് കാണുമ്പോഴേ ഒരു മീന് മേടിച്ച് കടയിൽ നിന്ന് മേടിച്ച് ഒന്ന് പൊടിച്ച് എന്തായാലും 50 രൂപയിലും കൊടുക്കേണ്ടി വരും. മറ്റോന് ആ മീന് ഇജിപ്പാ തിന്ന മീനുണ്ടല്ലോ, കടയിലാണെങ്കിൽ 30 ഉറുപ്പ്യ കൊടുക്കണം. എന്താണ് കുഞ്ഞാമുട്ടിയാച്ചേ അങ്ങനൊന്നും പറഞ്ഞത്? നമ്മളെ കൂടിയല്ലേ എന്ന്. എന്നാലും കണക്ക് പറഞ്ഞ തീരെ ഇഷ്ടല്ലാന്ന്. അപ്പൊ ലഡു, ചായ ഇതുപോലത്തെ ഒരു കപ്പ് ചായ. ഇതിനാണ് വലിയ കപ്പാണ്. എൻ്റെ കുടിയിൽ എനിക്ക് എന്നും രാവിലെ വേണം ഒരു കപ്പ് ചായ, എന്നും വേണം. പക്ഷെ ഇവിടെ ചെറിയ കപ്പാണ്. ക്ലാസ്സിലൊന്നും ആയി വെക്കാൻ നിൽക്കുക. ഒരാഴ്ച വെച്ചാൽ അപ്പൊ വേറെ ഒരു പൂത്ത് വന്നോളൂ. ഒക്കെ ബാക്കി ആൾക്കാരൊന്നും വരാണ്ടല്ലോ. പെൺപട വരാണ്ട്. പെൺപട അതല്ല രസം. വീട്ടിലൊന്നും ചായയും കടി ഉണ്ടാവില്ല, ഇന്ന് ഉണ്ടാക്കണ്ട. നിങ്ങളെ അടുത്ത സന്ദർശന സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ നമ്മളിപ്പോ ഇനിയൊരു ജ്യേഷ്ഠന്റെ വീടുണ്ട്, പിന്നെ ഒരു ജ്യേഷ്ഠന്റെ വീടുണ്ട് കേട്ടാ. 2 ജ്യേഷ്ഠന്മാരുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇന്നത്തെ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെന്നാൽ ആദ്യത്തെ പലഹാരം എന്താണെന്ന് നോക്കാം. അത് എടുത്തിട്ട് പിന്നെ അടുത്ത ആളെ വീട്ടിൽ എന്താ പലഹാരം അതൊന്ന് നോക്കാം. എന്തായാലും കുറച്ച് നേരം എടുക്കണം. കവറ് കുറഞ്ഞ് പോയിക്കണം. കവറിന് ഫുള്ളാക്കിയിട്ട് എങ്ങനെ വീട്ടിൽ എത്തിക്കണം. ഒരാഴ്ച ശരിക്ക് നമ്മളെ വീട്ടിൽ ചായ കുടിക്കാൻ ഉള്ള കടി വീട്ടിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹല അപ്പൊ ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്തി. നമ്മളിവിടെ ഇവിടെ അരീരുണ്ട്, അച്ചപ്പുണ്ട്. ഇവിടുന്ന് എത്ര വെച്ച് എടുക്കാം? അരീരട്ടോ 2 എടുത്തിക്കണ്. അച്ചപ്പ ഒരു 2 എടുത്തിക്കണ്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഇന്നത്തെ ഇതാണ് ഇപ്പം ഇന്നത്തെ എൻ്റെ ഭക്ഷണം. തേങ്ങയുണ്ടാ കാണിച്ചു കൊടുക്കണ്ട. എന്താ അത് കഥ? വെറുതെ അല്ലക്കാ പനിയനെ കഴിച്ചിട്ട്. ഇതെന്താ കഥ? ഒരാൾ അവിടെ, ഒരാൾ ഇവിടെ. ബന്ന്, ക്രീം ബന്നാണ്.
ഇതെല്ലാം കൊല്ലം ഇപ്പോൾ ഇവിടുന്ന് തന്നെ കിട്ടാറ്. ചിലപ്പോൾ ലഡു ഉണ്ടാവുള്ളൂ, ഇപ്പോൾ ലഡു ഇല്ല. ഇന്നിപ്പോൾ ഇതാണ് അപ്പോൾ 2 തന്നെ എടുത്ത്. അപ്പോൾ ഇത് ലാസ്റ്റ് സന്ദർശന സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ, ഉറക്കം വരുന്നുണ്ട്. ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് ചോറിനൊക്കെ തുടങ്ങും. അതിനൊക്കെ വേറെ പോയില്ല. ഇന്നിപ്പോൾ എന്താണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ, മറക്കരുത്. ലൈക്ക്, കമൻറ്റ്, അതുപോലെ ഷെയറും ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ എടുത്തിട്ടില്ല, നമ്മൾ ഇനി പോവാണ് കേട്ടോ. ഇനി സ്വന്തം വീട്ടിലേക്ക് പോവാണ്. നമ്മളെ മരുവനുണ്ട് ഒപ്പം. മിസ്റ്റർ അസറഫ് നമ്മളെ കൃഷിൻ്റെ ഉടമസ്ഥനാണ്. ടെറസിൻ്റെ മേലെ മൂപ്പരെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടില്ലെന്ന് കയറി കാണാം യൂട്യൂബിൽ. ഓൾവേസ് മുത്തു ബ്ലോഗ്. ഓക്കെ. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. അടക്കണം ഒരു മിനിറ്റ്. ഇതുമാരൊക്കെ വായോ എനിക്ക് അവിടെ ഒരു മിനിറ്റ് കുറച്ച് മുന്നോട്ട് എടുത്താൽ ഞങ്ങൾ രാത്രി എന്നും കിടക്കുന്ന ആൾക്കാരാ. ഇല്ലടാ മോളില്ല, എന്നാണോ ഇനിയിപ്പോൾ വീട്ടിലേക്ക് കണ്ടെത്തണം, വീട്ടിലേക്ക് കണ്ടെത്താം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഒരു സുഹൃത്താണ്, നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആളാണ് ഷാജഹാൻ. മിസ്റ്റർ ഷാജഹാനാണ്. ഇതും പറ. അപ്പോൾ നമ്മളെ മറ്റേ സാധനം ഇവിടെ അത് തന്നാൽ മതി, നമുക്ക് അവിടെ കൊടുത്താൽ മതി. സ്റ്റാൻഡ് എത്തിയാൽ മതി. ഓക്കെ, താങ്ക് യു. അതൊക്കെ ഒന്നും പറഞ്ഞൊക്കെ കഥ വേറെ ചങ്ങായി. നമ്മളെ നാട്ടിലാ. എന്നാ ശരി, ഓക്കെ ഓക്കെടാ ഷാജഹാൻ. പിന്നെന്താ എല്ലാരോടും എന്താ ചാടാനായി നടക്കിയത് മനുഷ്യൻ. നോക്കട്ടെ ഷംനാഥ, നോക്കട്ടെ ഷംനാഥ ജോലിയിലേ ഉള്ളൂ. എല്ലാരും കളി പറഞ്ഞു ഞാൻ ചോറ് വയ്ക്കാം.
പിന്നെ എന്നിട്ട് അവിടെ ഇന്നലെ ഇരുന്നല്ലേ പെരുന്നാള് ആ ചെയ്താട് ചോദിച്ചു